ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. സി കേരളം സൂപ്പർ ബമ്പർ ഇന്ന് ഷൂട്ട് നടക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? കേട്ടില്ലേ? കടമ്പൂരാണ്. രാജീവ് ജി കൾച്ചറൽ സെന്റർ കടമ്പൂരെ പ്രവർത്തകരാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുവാണെങ്കിൽ ഞാൻ വന്ന് കണ്ടപ്പോൾ സാറിന് ക്ലബ്ബുകൾ പലയിടത്തും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ ഗ്രാമമാണ്. നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഒരു ഗ്രാമത്തിലെ ക്ലബിന്റെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ സാധാരണ ഊഹിക്കാമല്ലോ. പക്ഷെ ഇവിടുത്തെ അങ്ങനെയല്ല സംഭവം. ഇവിടെ 3 നില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ക്ലബ്ബുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ശിങ്കാരിമേളം. തുടക്കം നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങി. പക്ഷെ ഇവിടുത്തെ ശിങ്കാരിമേളം നയിക്കുന്ന മാഷാണ് ഇവിടെ എല്ലാം പഠിപ്പിച്ചത്. മാഷാണ് ഇവരെ ഈ നിലയ്ക്ക് എത്തിച്ചത്. പേരെന്താ? കണ്ണപുരം രാമചന്ദ്രൻ. കണ്ണപുരം രാമചന്ദ്രൻ എന്നാണ് മാഷിന്റെ പേര്. ഇവിടുത്തെ മെമ്പറെ വരെ ചെണ്ടമേളം പഠിപ്പിച്ച ആളാണ് ഈ മാഷ്. എവിടെ നമ്മുടെ മെമ്പറെ വാ. നിങ്ങള് എത്ര സ്ഥലത്ത് കണ്ടിട്ടുണ്ട് സ്വന്തം നാടിലെ മെമ്പർ ചെണ്ടയുമായി നിൽക്കുന്ന കാഴ്ച? എന്താ മെമ്പറുടെ പേര്? പ്രേമവല്ലി. ഏതായാലും നമുക്ക് സൂപ്പർ ബമ്പറിലേക്ക് കിടക്കാം. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതെ, നമ്മൾ നിൽക്കുന്നത് കടമ്പൂരാണെന്ന് ഞാൻ പറഞ്ഞു. കടമ്പൂര് കലാകാരന്മാരെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താ മെമ്പറിന്റെ പേര്? ദിനേശൻ. മെമ്പറിന്റെ പേര് ദിനേശൻ അല്ലേ? ദിനേശൻ മെമ്പർ. പിന്നെ ജയകുമാർ മെമ്പർ. ഏതായാലും മെമ്പറെ രണ്ടുപേരും പാടി തരികയല്ലേ? ആഞ്ഞു പിടിച്ചോ. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാവാടിക്കരളുള്ള പാവാടക്കാരി. എന്നിട്ട് ആ പാവാടക്കാരി തന്നെയാണ് കല്യാണം കഴിച്ചത്? അതെ അതെ. ഇവിടെ ഉണ്ടോ? എവിടെയാണ് പാവാടക്കാരി? ആ, പാവാടക്കാരി മേളത്തിലുണ്ടായിരുന്നു ഇവിടെ അല്ലേ? പേരെന്താണ് പാവാടക്കാരുടെ പേരെന്താണ്? ഏതായാലും നമുക്ക് സി കേരളം സൂപ്പർ ബമ്പർ തുടങ്ങേണ്ട സമയമായി. പൊടിപാറിയ പൊടിപൂരം സി കേരളം സൂപ്പർ ബമ്പർ തുടങ്ങിയാണ്. 5 കണ്ടസ്റ്റന്റിനെയാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം കടമ്പൂരെ 5 കണ്ടസ്റ്റന്റിനെ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ
മണിമുറ്റത്ത് സ്വർഗം നെയ്യാൻ സ്വർഗം തീർക്കാൻ. അപ്പൊ ഇവരാണ് 5 പുലിക്കുട്ടികൾ. എന്താ പുലിക്കുട്ടിയുടെ പേര്? എന്റെ പേര് സലീഷ്. സലീഷ്. എന്ത് ചെയ്യുന്നു സലീഷ്? ഞാൻ അലൂമിനിയം ഫാബ്രിക്കേറ്റർ ആണ്. ഇവിടെ കാടാച്ചിറയിൽ വർക്ക് ചെയ്യണം. കാടാച്ചിറ അടുത്ത സ്ഥലം? കാടാച്ചിറ കുറച്ച് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ. ഓക്കെ. വേറെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഒരു അനിയത്തിയുണ്ട്. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്താണ് കടമ്പൂര്? കടമ്പൂര് ഇതന്നെ, ഇതാ ഈ കൂട്ടായ്മ തന്നെ ഒരു വലിയ പ്രത്യേകതയാണ്. ഓക്കെ, അടുത്തയാളുടെ പേര്? ഞാൻ ജിജീഷ്. ജിജീഷ്. എന്ത് ചെയ്യുന്നു ജിജീഷ്? ഞാൻ യുകെയിലാണ്. ഓക്കെ. എന്നാണ് വന്നത്? ഇപ്പം ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു. തിരിച്ചു പോകണില്ലേ? തിരിച്ചു വേറെ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. വേറെ സ്ഥലത്തേക്ക്? നീ ഏത് സ്ഥലമാണ് നോക്കുന്നത്? കാനഡയിലേക്ക്. കാനഡയാണ് നോക്കുന്നത്. യുകെയിൽ നിന്ന് കാനഡയിലേക്ക് പോകാനുള്ള കാരണം? ബെറ്റർ ഓപ്പർച്യൂണിറ്റി വന്നു. ഓക്കെ. ഏത് ഫീൽഡാണ്? ഞാൻ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റൽ. ഓക്കെ. അടുത്ത ആളെ പരിചയപ്പെടാം. എന്താണ് പേര്? നൈഡിൽ. എന്താണ്? നൈഡിൽ. 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 ഓക്കെ. അത് വ്യത്യസ്തമായിട്ടുള്ള എന്താ അതിന്റെ അർത്ഥം? നീലത്താമര. എന്റെ പൊന്നെ, അപ്പൊ താമരനെ വിളിച്ചാ പോരെ? എളുപ്പമല്ലേ? അല്ല, നൈഡിൽ എന്നല്ലേ ഒരു വെറൈറ്റി പേരാണ്. എന്ത് ചെയ്യുന്നു നൈഡില്? പഠിത്തമൊക്കെ കഴിഞ്ഞു. പഠിത്തം എന്ത് കഴിഞ്ഞു? MA ഇംഗ്ലീഷ്. MA ഇംഗ്ലീഷ്. ഇനിയിപ്പോ അടുത്ത ഇനി കല്യാണം കഴിക്കാനുള്ള പരിപാടി അല്ലേ ആസൂത്രിതമായിട്ട് ആലോചിക്കുകയാണോ? ആണോ? അതെ. ആണ്. അപ്പൊ ഓക്കെ ആണ്. റെഡിയാക്കി അല്ലേ? തീരുമാനിച്ചോ? തീരുമാനിച്ചു. എന്നത്തേക്കാ? ആ കയ്യിൽ റിംഗ് ഉണ്ട്. കയ്യടിച്ചേ. വെരി ഗുഡ്. എന്താണ് പേര് എഴുതിയിരിക്കുന്നത്? അതുൽ. അതുൽ നൈഡിൽ. ഓ, വെരി ഗുഡ്. എന്ത് ചെയ്യുന്നു? കുവൈറ്റ് എയർവേസിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പൊ കല്യാണം ഉടനെ ഉണ്ട്. അതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അല്ലേ? എല്ലാം നല്ല രീതിയിൽ തന്നെ വരട്ടെ. അടുത്ത ആളുടെ പേര്? സജിത. സജിത. എന്ത് ചെയ്യുന്നു സജിത? ഞാൻ ഹൗസ് വൈഫ് ആണ്. PSC ഉണ്ട്, പഠിക്കുന്നുണ്ട്, കോച്ചിങ്ങിന് പോകുന്നുണ്ട് അല്ലേ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡ് ഒരു മോൻ. ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ അവിടെ? ഇല്ല, അവിടെ ഇല്ല. അടുത്ത ആള്? അനിഷ. അനിഷ. ഇവിടെ പഴയ നടി പാർവതിയുടെ കൂട്ടുണ്ട് കേട്ടോ. കണ്ണ് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. അല്ല, ഞാൻ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണല്ലേ? ഓക്കെ. ഹസ്ബൻഡ് പുറത്താണ്. കുട്ടികള്? 2 കുട്ടികൾ. ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് മാലിദ്വീപിലാണ്. ഓക്കെ. യോഗ ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക്. അതെ അല്ലേ? ഓ, വെരി ഗുഡ്. ഏതായാലും 5 പുലിക്കുട്ടികളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സി കേരളം സൂപ്പർ ബമ്പർ കളിക്കാൻ തുടങ്ങുകയാണ്. അതിനു മുന്നേ സി കേരളം സൂപ്പർ ബമ്പറിന്റെ നിയമാവലികൾ പ്രേക്ഷകർക്കായി ഒന്ന് പറയുക. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. സൂപ്പർ ബമ്പർ കളിക്കാൻ പോവുകയാണ്. എന്റെ ചോദ്യം ഇതാണ്. ചട്ടമ്പിനാട് എന്ന ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? പറഞ്ഞോളൂ. ദശമൂലം ദാമു. തീർച്ചയായിട്ടും ശരിയാണ്. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം അനിഷയ്ക്ക്. അനിഷ, എന്തോ എന്താണ് വിശേഷം? നല്ല വിശേഷം. ഫാർമസിസ്റ്റ് ആണല്ലേ? അതെ. ഓക്കെ. മരുന്ന് മാറി കൊടുക്കാറുണ്ടോ? മരുന്ന് മാറി കൊടുക്കാറില്ല. ഞാൻ ഹോമിയോ ഫാർമസിസ്റ്റാ. ഹോമിയോ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ. എത്ര നാളായി ഈ ഫീൽഡിൽ വന്നിട്ട്? എനിക്ക് 2015 ജനുവരിയിൽ PSC കിട്ടിയതാണ്. PSC കിട്ടിയതാണ്. അപ്പൊ വെറും ആളല്ല, നിസ്സാരക്കാരിയല്ല, PSC ജോലിക്കാരിയാണല്ലേ? കലാകാരിയാണോ? പാട്ടുകാരിയാണോ? പാട്ട് പാടാറില്ല, കാരണം എന്റെ ശബ്ദം കുറച്ച് മോശമായിട്ട്. മോശമാണോ? നല്ല പാട്ട്, നല്ല സൗണ്ട് അല്ലേ? നല്ലതെന്നാണ് പറഞ്ഞ. പിന്നെന്താണല്ലോ വേറെ എന്താ? പിന്നെ ഡാൻസ് കളിക്കുമായിരുന്നു. ഡാൻസ്? പക്ഷെ 8ാം ക്ലാസ്സിലാണ് ഞാൻ ലാസ്റ്റ് ഡാൻസ് കളിച്ചത്. പിന്നെ കളിച്ചിട്ടില്ല. നാട്ടുകാർ നിർത്തിച്ചു? അല്ല, ഞാൻ പകുതിക്ക് മറന്നുപോയി. അങ്ങനെ അനുഭവം എന്ന് പറഞ്ഞേ. സബ് ജില്ലാ യുവജനോത്സവമായിരുന്നു. അന്ന് ഭരതനാട്യമാണ് കളിച്ചത്. പക്ഷെ പകുതിക്ക് ജതിന്ന് ഞാൻ മറന്നുപോയി. പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ല. ആകെ എപ്പോഴായി പോയി. പോയി. എന്നിട്ട് പിന്നെ വേറെ എന്തെങ്കിലും കലാരൂപത്തിലേക്ക് ശ്രദ്ധ തിരിച്ചോ? കഥാപ്രസംഗം. ഓട്ടം തുള്ളലൊന്നും ഇല്ല. കഥകളി ഇല്ല, ഡാൻസ് ആയിട്ടേ വിട്ടു. കഥാപ്രസംഗം മോണാക്ട്, കഥ എഴുതാറുണ്ട്. അങ്ങനെ ഒരു 2 വരി കഥാപ്രസംഗം ഒന്ന് വെച്ച് കേശോ.
റെഡി തുടങ്ങിക്കോ. കേരള ചരിത്രത്തിൽ രക്തരൂഷിതമായ ഒരു അധ്യായം സൃഷ്ടിച്ച മലബാറിലെ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ചൊരു ഖണ്ഡകാവ്യം കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ സവിനയം സമർപ്പിക്കുന്നു. കഥയുടെ പേര് ദുരവസ്ഥ. ഇത്ര മതിയോ? പാട്ട് 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 പാടിയാൽ എല്ലാരും ഓടിപ്പോ. ഇല്ല, രണ്ടുപേരും പാടിക്കോ, കുഴപ്പമില്ല. വേണ്ട, പാട്ട് പാടിയാൽ പാടണം, കുട്ടി പാടണം. മുമ്പോട്ടു കാലം കടന്നു പോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി വമ്പാർന്നാചാര മണ്ഡല ഛത്രരായി തമ്പുരാർ വാണരുളുന്ന നാട്ടിൽ. എന്റെ പൊന്നെ മിടിക്കായിരുന്നല്ലോ. ഇത് കണ്ടിട്ട് പ്രണയ വിവാഹമായിരുന്നോ? അയ്യോ അല്ല, പ്രണയ വിവാഹം ആവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ പ്രണയ വിവാഹം അല്ല. അല്ല, ഭാഗ്യവാൻ. എന്തായാലും നമുക്ക് സി കേരളം സൂപ്പർ ബമ്പർ കളിക്കേണ്ട സമയമായി. കളി തുടങ്ങാം. അനീഷേ, ഇവിടെ 2 പെട്ടികൾ ഇരിപ്പുണ്ട്. ഒന്ന് പണപ്പെട്ടിയും ഒന്ന് 8ന്റെ പണിപ്പെട്ടി. ഇവിടെ പണിപ്പെട്ടിയിൽ നിന്ന് പണി കിട്ടും. ആ പണിയിൽ ജയിക്കുക, ആ കളിയിൽ വിജയിക്കുക. തീർച്ചയായിട്ടും ആദ്യത്തെ ഗെയിമിൽ വിജയിച്ചു കഴിഞ്ഞാൽ 1000 രൂപയാണ് ഉറപ്പുള്ള സമ്മാനം. അനീഷയാണ് മത്സരിക്കുന്നത്. ആദ്യത്തെ ഗെയിം തുടങ്ങാൻ സമയമായി. റെഡിയല്ലേ? റെഡിയാണ്. അനീഷയെ കാത്തിരിക്കുന്ന ഗെയിം പറയുകയാണ്. അതിനു മുമ്പ് ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Choco Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അനീഷയെ കാത്തിരിക്കുന്ന ആദ്യത്തെ ഗെയിം 1000 രൂപയുടെ ഗെയിമാണ്. പറയാൻ പോവുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഗെയിം. അതെ, മുട്ടമോഷണം. മുട്ടമോഷണമാണ് നടക്കാൻ പോകുന്നത്. 3 ഫ്രണ്ട്സിനെ വിളിക്കണം. വിളിച്ചോളൂ. അനീഷയെ ഈ ഗെയിമിൽ സഹായിക്കാനായിട്ട് 3 പേര് പെട്ടെന്ന് വരൂ. നിങ്ങൾ സഹായിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മുട്ട മോഷണത്തിൽ സഹായിക്കേണ്ടത് ഈ കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് നിങ്ങളുടെ 3 പേരുടെ കയ്യിൽ ഓരോ വളയങ്ങൾ തരും. ഈ വളയം പിടിച്ചോളൂ. വളയം പിടിച്ചോളൂ. വളയം പിടിച്ചോളൂ. ഇങ്ങനെ പിടിച്ചു. ലെവൽ ചെയ്ത് പിടിച്ചോളുക. ഈ കുട്ടി ഒരു പ്ലേറ്റിന്റെ പുറത്ത് ഒരു മുട്ട എടുത്ത് വയ്ക്കണം. ഇങ്ങനെ പിടിക്കുക. താത്തി കൊടുത്തു. വരുന്നതിനനുസരിച്ച് കയറ്റുക. ഇതിന് മുകളിൽ മുട്ടയുണ്ടെന്ന് ഓർക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് ഇറങ്ങണം. ഇതിൽ നിന്ന് എങ്ങനെ ഇറങ്ങും? ചേച്ചി മുകളിലോട്ടാക്കിക്കേ. വെരി ഗുഡ്. ഇങ്ങനെ 3 കടമ്പയും കടന്ന് ഈ മുട്ടയോട് കൂടി ഇതിവിടെ കൊണ്ടുപോയി വെക്കണം. ഒറ്റ ഒരെണ്ണം വെച്ചാൽ മതി. 120 സെക്കൻഡാണ് സമയം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒരു മുട്ട വെച്ചാൽ മതി. ഇതുപോലെ 3 കടമ്പകൾ കടന്നു വേണം കൊണ്ടുപോയി വെക്കാൻ. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ഗെയിമാണ് നടക്കുന്നത്. മുട്ട മോഷണം. ഗെയിം സ്റ്റാർട്ട്. യെസ്. അനീഷയെ ശ്രദ്ധിച്ച്, തറയിൽ ഓംലെറ്റ് അടിക്കാതെ വളരെ ശ്രദ്ധിച്ച്. ദീപം ദീപം. നിലത്ത് പൊട്ടിക്കില്ല ചേച്ചി. ചേച്ചി നിലത്ത് പൊട്ടിക്കാതെ. കേറിക്കോ, കേറിക്കോ. യെസ് യെസ്. അടുത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. തട്ടിവിടരുത്. യെസ് 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 യെസ്. യെസ് യെസ്. ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച്. യെസ്, വളരെ ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച്. വളരെ മെല്ലെ മുഖപടത്തെല്ലുയർത്തി ഉയർത്തിക്കോ. റെഡി. വളരെ. ഓ യെസ് 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 യെസ്. ഉറപ്പുള്ള 1000 രൂപ സമ്മാനം. സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ വിജയി. ഉറപ്പുള്ള 1000 രൂപ സമ്മാനം. ഏതായാലും നമുക്ക് 1000 രൂപ കൊടുക്കാം. പക്ഷേ അതിനു മുമ്പേ നമുക്കൊരു നല്ല പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം.
കോടി ജന്മങ്ങളായി നിന്നെ കാത്തുനിൽക്കുന്നു എന്റെ രാധേ നീ വരൂ സുന്ദരമലരായി കോടി ജന്മങ്ങളായി குன்றத்திலே குமரனுக்கு கொண்டாட்டம் அங்கே குண்டரமா பெண்களெல்லாம் கொண்டாட்டம் கொண்டாட்டம் குன்றத்திலே குமரனுக்கு கொண்டாட்டம் அங்கே குண்டரமா பெண்களெல்லாம் கொண்டாட்டம் கொண்டாட்டம் குன்றத்திலே குமரனுக்கு கொண்டாட்டம் தெய்வயாரை திருமணமாம் திருப்பரங்குன்றம் தெய்வயாரை திருமணமாம் திருப்பரங்குன்றம் தெருமுழுதும் பக்தர்களில் ஆனந்தம் மல்தம் தெருமுழுதும் பக்தர்களில் ஆனந்தம் மல்தம் தங்க வள்ள கமலம் ஒத்து தவழும் தெய்வானை தங்க வள்ள கமலம் ஒத்து தவழும் தெய்வானை தாங்கிக் கொண்டாள் வாங்கிக் கொண்டாள் முருகப்பெருமானை தாங்கிக் கொண்டாள் வாங்கிக் கொண்டாள் முருகப்பெருமானை முருகப்பெருமானை குன்றத்திலே குமரனுக்கு கொண்டாட்டம் அங்கே குண்டரமா பெண்களெல்லாம் கொண்டாட்டம் கொண்டாட்டம் குன்றத்திலே குமரனுக்கு கொண்டாட்டம் 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 விட மாட்டேன் விட மாட்டேன் அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட ஐயோ நாய உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப இன்னைக்கு துர்காஷ்டமி உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன்
അനീഷ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? എന്താ അതാണ് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത. ഏതായാലും അനീഷയ്ക്ക് നമ്മൾ തമ്മിൽ വലിയൊരു കട ഉണ്ട് അല്ലേ? ഉണ്ട്. എത്ര രൂപയുടെ? 1000 രൂപയുടെ കടം. സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ഗെയിമിലെ വിജയി അനിഷയാണ്. അനിഷയ്ക്ക് സൂപ്പർ ബമ്പറിന്റെ ആദ്യത്തെ 1000 രൂപ സമ്മാനം. അപ്പൊ ഏതായാലും രണ്ടാമത്തെ ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത്. 2000 രൂപയുടെ ഗെയിമാണ് ഇനി അനിഷയ്ക്കായിട്ടുള്ളത്. 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. നമുക്ക് അനിഷയ്ക്കുള്ള അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. റെഡിയല്ലേ അനിഷ? റെഡിയാണ്. ഓക്കെ, തുറന്നോളൂ. അനിഷയ്ക്കുള്ള ഗെയിം വായിക്കുകയാണ്. 2000 രൂപയുടെ ഗെയിമാണ് അനിഷ കളിക്കുവാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവത്തില്ലേ? ഉണ്ടാവൂലേ? അപ്പോ അനിഷയ്ക്കുള്ള ഗെയിമിന്റെ പേരാണ് തടിപ്പാലം. ഇവിടെ കുറെ വൈൻ ഗ്ലാസ്സുകൾ 1 2 3 4 5 വൈൻ ഗ്ലാസ് ഉണ്ട്. പിന്നെ വേറെ ഇവിടെ 2-3 ബക്കറ്റും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ അനിഷ നിർമ്മിക്കേണ്ട ഒരു തടിപ്പാലമാണ്. തടിപ്പാലം നിർമ്മിക്കാൻ വേണ്ടി ഇതുണ്ടോ, ഇവിടെ 2 തടികൾ ഉണ്ടെന്ന് വിചാരിക്കുക. തടി ഇവിടെ ജോയിൻ ചെയ്ത് വെക്കുക. വീണ്ടും 2 എണ്ണം എടുക്കുക. അതിൽ നിന്ന് കണക്ട് ചെയ്ത് വീണ്ടും ഒരു പാലം ഉണ്ടാക്കുക. എന്നിട്ട് ബോൾ എടുക്കുക. ഈ തടിപ്പാലത്തിൽ കൂടെ ഊതി 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 ഇതിലെ വിട്ട് ഈ ബക്കറ്റിലിടുക. അതുപോലെ ഇതിൽ ജയിച്ചെന്ന് വിചാരിക്കുക. ജയിച്ചു കഴിഞ്ഞാൽ ഈ മുന്നേയുള്ള പാലം മാറ്റി അടുത്ത വൈൻ ഗ്ലാസ്സിൽ വെക്കുക. വീണ്ടും ഊതി ഇതിലേക്ക് ഇടുക. അങ്ങനെ 3 എണ്ണത്തിനും വീഴ്ച കഴിഞ്ഞാൽ ഈ ഗെയിമിൽ ജയിച്ചു. 2000 രൂപയുടെ കളിയിൽ ജയിച്ചു. അതായത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ആയി. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, പഞ്ചില്ലല്ലോ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 2000 രൂപയുടെ ഗെയിമാണ്. അനിഷയാണ് കളിക്കുന്നത്. ഗെയിം സ്റ്റാർട്ട്. യെസ്, ശ്രദ്ധിച്ചു മോളെ. പെട്ടെന്ന് പാലം തീർക്കൂ. പാലത്തിന് വേണ്ടി സമയം കളയരുത്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഉടയ്ക്കോളൂ, ഊതിക്കോളൂ. യെസ് 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 യെസ്. ഉറക്കെ ഊത്, ആഞ്ഞൂത്. അടുപ്പിൽ ഊതുന്ന പോലെ ഊത് വെച്ചേ. യെസ് 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 യെസ്. ടെൻഷൻ ആവാതെ കളിക്കൂ. 2000 രൂപയുടെ ഗെയിമാണ്. ഊത് ഊത്. റെഡി റെഡി റെഡി. ഊത്. 30 സെക്കൻഡ് ബാക്കി. കളിക്കൂ. ഊത് ഊത് ഊത്. യെസ്. അടുത്തത്. റെഡി. 20 സെക്കൻഡ്. അനിഷ പെട്ടെന്ന്. അനിഷ സ്പീഡിൽ കളിക്കുക. യെസ്. ഓക്കെ ഓക്കെ, മതി. 10 9 8 7 6 5 4 3 2 1 0. അനിഷ നന്നായിട്ട് കളിച്ചു. 2 എണ്ണം ഇട്ടു. പക്ഷെ അത് എന്താ അവസാനം വന്നപ്പോൾ ഒരു ചെറിയ പണി കിട്ടി അല്ലേ? സാരമില്ല, ഗംഭീരമായിട്ടുണ്ടായിരുന്നു. കളി വീണ്ടും തുടരണം. ഇനിയുമുണ്ട് 4 കണ്ടസ്റ്റന്റ് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഈ നാട്ടിലെ നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു. ശ്രീരാം പൊൻപന്തി സ്നേഹാജമാ ഏതോ പദം കേടുന്ന ഈ നങ്ങളിൽ നിന്മൗനമോ ഭൂമാനമായി നിന്ദാനമോ ഭൂപാളമായി പുലർന്നെയാ രാഗമോ തേടുന്നു നീ
ധനി ധ പ മ പ ധനി ധ പ മ ഗ രി ഗ പ പ ധനി ധനി ധ രി ധനി ധ പ മ ഗ രി ഗ മ പ ധ സ രി ഗ മ സ രി ഗ മ പ ധ ധ സ രി ഗ മ പ ധനി ധ പ ധ ധനി ഗ രി നി ധ മ ഗ രി സ രി ഗ മ രി ഗ മ പ ഗ മ പ ധ മ പ ധനി ഗ രി നി സ സ നി നി ധ ധ പ ഗ രി നി സ സ നി നി ധ ധ പ ഗ രി നി സ സ നി നി ധ ധ പ ധ നി സ നി ഗ മ പ ധ മ പ ധ നി ഗ രി സ നി ധ നി സ നി ധ പ സ നി ധ പ ധ രി ഗ മ പ സ രി ഗ മ പ സ രി ഗ മ പ ധ പൊൻതളികൈ പാൽ പായസച്ചോറുണ്ണുവാ പിന്നെയും പൂമ്പൈതലായി കൊതി കൊള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളി പൂവിൽ ചെറുകുമ്പിയായി തേനുണ്ണുവാ ചാറ്റിനോടു ചെഞ്ചി ഒരു നാട്ടുമാങ്ങ വീട്ടുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാനോ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രി. പുലർവേളയിൽ ജയദേവഗീതാലാപനം ജീവനാനന്ദാമൃത തിരയാഴിയിലാടിനാം പുത്തിലഞ്ഞിത്തോട്ടി മലരൊത്തു കോർക്കാൻ പോകാം ആന കേറാമേട്ടി ഇനി ആയിരത്തിരി കൊളുത്താം ഇനിയും ഈ കഥകളിൽ ഇളവേക്കാനോ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി സ്നേഹാഗമോ ഏതോ പദം തേടുന്നു നാം ഈ നാളിൽ നിൻ മൗനമോ പൂവാരമായി വിഞ്ഞാനമോ പൂവാളമായി എൻ മുന്നിൽ പുലർന്നയായി ഈ രാഗമോ തേടുന്നു നീ വീണതൻ ഗംഭീര പെർഫോമൻസ് ആയിരുന്നല്ലേ? അല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. ചോദ്യം കേട്ടുകൊള്ളുക. മലയാള സിനിമയിൽ നിന്ന് ഗിന്നസ് ബുക്കിൽ ഇടം തേടിയ പ്രണയ ജോഡികൾ ആരാണ്? പറഞ്ഞോളൂ. പ്രേം നസീറും ഷീലയും. തീർച്ചയായിട്ടും ശരിയാണ്. നൈഡിലിന് സ്വാഗതം സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. ഉത്തരം ശരിയാണ്. നസീറും ഷീലയുമാണ് ഗിന്നസ് ബുക്കിൽ ഇടം തേടിയ പ്രണയ ജോഡികൾ. തീർച്ചയായിട്ടും നൈഡിലിനെ സ്വാഗതം ചെയ്യുകയാണ് സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. അതിനു മുന്നേ എ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Chocolate Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. നൈഡിലാണ് കളിക്കാൻ വന്നിരിക്കുന്നത്. നൈഡിലെ ഹാപ്പി അല്ലേ? ആദ്യത്തെ ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത്. 1000 രൂപയുടെ ഗെയിമാണ്. നേടുകയല്ലേ? നൈഡിലെ കാത്തിരിക്കുന്ന ആ ഗംഭീര ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. കയ്യടിക്ക്. അതാണ്. എടുത്തോളൂ നൈഡിലെ. ഓക്കെ നൈഡിലെ ഗെയിമിന്റെ പേരാണ് റിംഗ് പാലസ്. ആ
അപ്പോ നൈഡിലുള്ള ഗെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റിംഗ് പാലസ് ആണ്. പറഞ്ഞു തരാം ഗെയിം എന്താണെന്ന്. ആദ്യം ഒരു റിംഗ് ഇങ്ങനെ താഴെ ഇടണം, താഴെ വെക്കണം. അതിനുശേഷം രണ്ടെണ്ണം പിടിക്കൂ, ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച് രണ്ടെണ്ണം. അപ്പൊ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം, രണ്ടെണ്ണം ഇങ്ങനെ, മനസ്സിലായോ? എന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഇത് കൈ വിടണം. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് അത് എങ്ങനെ വെക്കണം, നേരെ വെച്ച് ഇങ്ങനെ ഒരു പാലസ് ഉണ്ടാക്കണം. സമയം എത്രയാണ്? 120 സെക്കൻഡ് ആണ് നമ്മുടെ ഈ ഗെയിമിനുള്ള സമയം. നൈഡിൽ റെഡിയല്ലേ? ഓക്കെ, മത്സരിക്കാൻ പോകുന്നത് നൈഡിലാണ്. 120 സെക്കൻഡ് ആണ് ഗെയിമിന്റെ സമയം. ഉറപ്പുള്ള 1000 രൂപയാണ് സമ്മാനം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. യെസ്, അതിവിദഗ്ധമായി. ഏതായാലും ഇതിനകത്ത് ജയിക്കുന്നേ. റിംഗ് മാറ്റം ഈയിടെ കഴിഞ്ഞല്ലേ ഉള്ളൂ അല്ലേ? ഓക്കെ, സെറ്റ് ചെയ്തോളൂ. സമയമുണ്ട്, ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച്. യെസ് യെസ്, വെരി ഗുഡ്. അനക്കാതെ വളരെ ശ്രദ്ധിച്ച്. 40 സെക്കൻഡ് ആയിട്ടുള്ളൂ. അതിലെ ശ്രദ്ധിച്ച്. 50 സെക്കൻഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കൈയടി. താഴെ ശ്രദ്ധിച്ചു വെക്കുക, ലെവലല്ല. 60 സെക്കൻഡ് കഴിഞ്ഞു നൈഡിൽ. യെസ്, നൈഡിൽ ഉറപ്പുള്ള 1000 രൂപയാണ് ഇതിനകത്ത് സമ്മാനം കിട്ടാൻ പോകുന്നത് നൈഡിലിന്. നൈഡിലെ ആഞ്ഞു പിടിച്ചോ. 75 സെക്കൻഡ് ആയി. 80 സെക്കൻഡ് ആയിരിക്കുകയാണ് നൈഡിൽ. എന്നെ പറ്റും ഉറപ്പായും. 90 സെക്കൻഡ് കഴിഞ്ഞു. സമയമുണ്ട് നൈഡിലെ. യെസ്, വെരി ഗുഡ്. ശ്രദ്ധിച്ച് നൈഡിൽ, ശ്രദ്ധിച്ച്. കൈയടിക്ക് നൈഡിൽ. യെസ് 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 യെസ്. 100 സെക്കൻഡിനുള്ളിൽ അതെ, 2 എണ്ണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ നൈഡിലിന് ഞാൻ ഒരു വലിയൊരു കടമുണ്ട് നമ്മൾ തമ്മിലല്ലേ. ആദ്യത്തെ ഗെയിമിലെ 1000 രൂപ തരാനുണ്ട്. അത് തന്നേക്കട്ടെ? ഓക്കെ, നൈഡിലിനുള്ള 1000 രൂപയാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ പൈസ 1000 രൂപ. സന്തോഷായില്ലേ? ഹാപ്പി ആയില്ലേ? ഓക്കെ, സന്തോഷമായി ഗോപിയേട്ട അല്ലേ? ഓക്കെ, എന്തായാലും അടുത്ത ഗെയിമിലേക്ക് പോകാൻ തയ്യാറാണോ? 2000 രൂപയുടെ ഗെയിമാണ്. കളിക്കുന്നുണ്ടോ? റെഡിയാണ്. 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ആണ്. നൈഡിലെ, അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. 2000 രൂപയുടെ ഗെയിം. നൈഡിൽ റെഡിയല്ലേ? റെഡിയാണ്, വന്നോളൂ. പ്രാർത്ഥിച്ചിട്ടൊക്കെ അല്ലേ? ഭക്തയാണോ? ഏത് ഭഗവാനെയാണ് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എല്ലാരും പിടിക്കും. അവസരത്തിനൊത്ത് നമ്മൾ ആരെ വേണമെങ്കിലും പിടിക്കും. ഇപ്പൊ കൃഷ്ണനാണ് മെയിൻ ആയിട്ടല്ലേ? കല്യാണം ആയതുകൊണ്ടല്ലേ? അല്ലേ? ആണോ? സത്യോട്ടോ പറ. ഇപ്പൊ കൃഷ്ണനാണ്, ഇനി നാളെ ശിവനാവും. ശിവ ശിവ. എന്തായാലും അടുത്ത ഗെയിമിലേക്ക് പോകാം. ഗെയിമിന്റെ പേരറിയണ്ടേ? ഗെയിമിന്റെ പേരാണ് തുപ്പാക്കി. അപ്പോ റെഡിയല്ലേ? മനസ്സിലായല്ലോ? വേട്ടക്കാരൻ ഇതാണ്. ഇവിടെ 2 ഗണ്ണ് വെച്ചിട്ടുണ്ട്. 100 സെക്കൻഡാണ് നൈഡിലിന് ഈ ഗെയിമിനുള്ള സമയം. 2 സെക്കൻഡിനുള്ളിൽ 2 സ്മൈലി ബോളുകൾ ഷൂട്ട് ചെയ്ത് താഴെ ഇടുക. മനസ്സിലായോ? ഇത് ലോഡ് ചെയ്യണം, എന്നിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. അറിയാമോ? അച്ഛൻ പോലീസുകാരനാണെന്നല്ലേ പറഞ്ഞത്? തോക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അച്ഛൻ? അറിയില്ല. ഏതായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിമിന്റെ പേരാണ് തുപ്പാക്കി. ഷൂട്ട് ചെയ്തിടുവോ? ശ്രമിക്കാം. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. റെഡി? ലോഡ് ചെയ്തോ? പോട്ടെ. യെസ്, ഷൂട്ട് ചെയ്തിട്ടോളൂ. യെസ്, ലോഡ് ചെയ്തിട്ടില്ല. റെഡി? ഒന്നും പിടിക്കരുത്. യെസ്, അടുത്തത്. റെഡി? പെട്ടെന്ന്.
അങ്ങോട്ട് ബോൾ ഇട്ടാൽ മതി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ലോഡ് ചെയ്യൂ, വെരി ഗുഡ്. യെസ്, പോട്ടെ പോട്ടെ, പെട്ടെന്ന് പെട്ടെന്ന്. 30 സെക്കൻഡ് കഴിഞ്ഞു. യെസ്, എന്റെ പൊന്നെ പൊളിച്ചു നൈഡിലെ. എന്റെ ദൈവമേ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. താങ്ക് യു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നൈഡിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് അതല്ല ഷൂട്ട് ചെയ്തിരുന്നു. അച്ഛൻ പോലീസാണല്ലേ? അതെ. അതെ. അച്ഛനെ തോക്കുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടോ? തോക്ക് മേടിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, അച്ഛൻ വീട്ടിൽ കൊണ്ടുവരില്ല. അല്ല, ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് എങ്ങനെ പറ്റിയത്? എങ്ങനെ സാധിക്കുന്നു കുട്ടി? എല്ലാ അച്ഛന്റെ അനുഗ്രഹം. അച്ഛന്റെ അനുഗ്രഹം ആയി. ഉന്നം പിടിച്ച് എങ്ങനെയായിരുന്നു? കറക്റ്റ് ഉന്നം പിടുന്നതിന് പ്രത്യേകത ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ നിങ്ങള്? എങ്ങനെയായിരുന്നു ഉന്നം പിടിച്ച്? ഈ ഉന്നം പിടുത്തത്തിലാണ് അങ്ങേര് വീണത് അല്ലേ? ആണോ? അല്ല. ഓക്കെ ഓക്കെ, ഏതായാലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഏതായാലും സന്തോഷമായില്ലേ? സിമ്പിൾ കേസാണല്ലേ ഇതൊക്കെ? നമുക്ക് ചില കേസാണ്, അത് വിഷയമല്ല. ഓക്കെ, ഏതായാലും 2000 രൂപയുടെ ഗെയിമായിരുന്നു നടന്നത്. നൈറ്റിൽ തീർച്ചയായിട്ടും അതിനകത്ത് വിൻ ചെയ്തിരിക്കുകയാണ്. 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകണ്ടേ നമുക്ക്? തീർച്ചയായിട്ടും അടുത്തത് 3000 രൂപയുടെ ഗെയിമാണ് നൈഡിലെ. അപ്പോ കാത്തു വെച്ചിരിക്കുന്ന ഗെയിം ഏതാണ് നമുക്ക് നോക്കണം. നൈഡിലുള്ള 3000 രൂപയുടെ 8ന്റെ പണി. നമ്മുടെ ഗെയിം മാസ്റ്റർ കുറെ ഗെയിമുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഗെയിമാണോ എളുപ്പമുള്ള ഗെയിമാണോ ഇതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും 3000 രൂപയുടെ ഗെയിമാണ്. അതായത് എത്ര സെക്കൻഡാണ്? 80 സെക്കൻഡാണ് സമയം. കളിച്ച് ജയിക്കാനുള്ള സമയം 80 സെക്കൻഡാണ്. തന്നോളൂ. ഗെയിമിന്റെ പേരാണ് തട്ടിൻപുറം. കണ്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു തരാം ഗെയിം എങ്ങനെയാണെന്ന്. ഇവിടെ സ്ട്രോ ഉണ്ട്, പിന്നെ ബലൂൺ സ്റ്റാൻഡ് ഉണ്ട്. ബലൂൺ സ്റ്റാൻഡിൽ സ്ട്രോ ഉറപ്പിക്കുക, ഇപ്പുറത്തെ വശത്ത് ഉറപ്പിക്കുക, സെന്ററിൽ വെക്കുക, പ്ലേറ്റ് മുകളിൽ വെക്കുക. സെയിം ഇതുപോലെ ഒരെണ്ണം മുകളിൽ ഉണ്ടാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയില്ലേ, അതിന്റെ മുകളിൽ ഒരു ബോൾ വെക്കുക. മനസ്സിലായോ? ഇതേ സെയിം സാധനം ഇവിടെ മുകളിൽ വരണം, അതിന്റെ മുകളിൽ ഈ ബോളും വെക്കണം. 80 സെക്കൻഡാണ് സമയം. പക്ഷേ ഇതുപോലെ 8 എണ്ണമാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. എത്ര എണ്ണമാണ്? 8 എണ്ണമാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. ഒരെണ്ണം 10 സെക്കൻഡ് കൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 80 സെക്കൻഡ് കൊണ്ട് 8 എണ്ണം കംപ്ലീറ്റ് ആവും. അപ്പോ കിട്ടാൻ പോകുന്നത് ജയിച്ചാൽ 3000 രൂപയാണ്. റെഡിയല്ലേ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. യെസ്, 80 സെക്കൻഡാണ് സമയം. 10 സെക്കൻഡ് കൊണ്ട് ഒരെണ്ണം വെച്ച് തീർക്കണം. കൈയടിക്കൂ, ശ്രദ്ധിച്ച്. നേടില്ല, പറ്റും. നറുക്ക് വെക്ക്, പ്ലേറ്റ് വെക്ക്, ഒന്നുകൂടി സെറ്റ് ചെയ്യൂ. നേടില്ല, ശ്രദ്ധിച്ച്. 2 പ്ലേറ്റ് ആണത്. ശ്രദ്ധിച്ച്, ഒരു പ്ലേറ്റ്. ഓ, വെരി ഗുഡ്. സമയം പോകുന്നു. 20 സെക്കൻഡായി. 10 സെക്കൻഡ് പോയിരിക്കുകയാണ്. ശ്രദ്ധിക്കൂ, ബോൾ വെക്കൂ. യെസ്, വെരി ഗുഡ്. 1. കൈയടിക്കൂ. അതെ, രണ്ടാമത് റെഡിയാക്കൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നേരെയല്ല. 50 സെക്കൻഡായി. സമയം കളയുകയാണ്. വെരി ഗുഡ്. അടുത്തത്. സെക്കൻഡ് കഴിഞ്ഞു. ശ്രദ്ധിച്ച്. ശരിയാണ്. ഓക്കെ ഓക്കെ, ഫൈൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പോയി. ശ്രദ്ധിച്ചു വെക്കൂ. മോളെ, പ്ലേറ്റ് കറക്റ്റ് അല്ല. ഓ, സമയമായി നൈഡിൽ. എന്ത് ചെയ്യാം? സാരമില്ലല്ലേ? ചെറിയ കേസ്. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ജീവിതത്തിന്റെ ഭാഗങ്ങളായി പരീക്ഷണങ്ങളിൽ നിങ്ങളെ ഒരുപാട് തേടിയിരിപ്പുണ്ടായിരിക്കും. എവിടെയാണ് എപ്പോഴാണ് പരീക്ഷണം നമ്മളെ തേടിയിരിക്കുന്നതെന്ന് അറിയില്ല. അതെ, പരീക്ഷണങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. സൂപ്പർ ബമ്പറുമായി ഒരു പക്ഷേ നാളെ നിങ്ങളുടെ നാട്ടിലുണ്ടാവും, നഗരത്തിലുണ്ടാവും, നിങ്ങളുടെ കോളേജിലുണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. സി കേരള സൂപ്പർ ബമ്പറിൽ നിന്ന് ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.